ഡൽഹിയിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ഡൽഹി പോലീസ് എ.കെ.ജി. ഭവനിൽ എത്തി. എസ്.എഫ്.ഐ ഡൽഹി സെക്രട്ടറി ഐഷി ഘോഷ് ജന്തർ മന്ദർ പ്രതിഷേധത്തിൽ സജീവമായിരുന്നു. CPI നേതാക്കൾ എ.കെ.ജി. ഭവനിലേക്ക് എത്തുകയാണ്. വിഷ്ണു പ്രസാദ്. വിഷ്ണു, ഇപ്പോൾ സുപ്രീം കോടതി കേസുകളുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഇടപെടൽ നടത്തിയ ദിവസമാണ്, നിയമനിർമ്മാണം നടക്കുന്ന ദിവസമാണ്. ഐഷി ഘോഷുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസിന്റെ ഇങ്ങനൊരു നീക്കത്തിന്റെ കാരണം? അറസ്റ്റിലേക്ക് പോവുകയാണോ? ഇത് പഴയ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായത്. 2021 രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 2021 രജിസ്റ്റർ ചെയ്ത സമരവുമായി ബന്ധപ്പെട്ട സംഭവം അല്ല രതീഷ്, അല്ല. അതായത് 2021 ഒരു പഴയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എസ്.എഫ്.ഐയുടെ ഡൽഹി സെക്രട്ടറിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള കേസിലാണ് ഇപ്പോൾ ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാൻ ഡൽഹി പോലീസിന്റെ സംഘം എത്തിയത്. എന്നാൽ വിവരമറിഞ്ഞ് CPM നേതാക്കൾ, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള CPM നേതാക്കൾ അവിടെ എത്തുകയും എസ്.എഫ്.ഐ നേതാക്കൾ അവിടെ എത്തുകയും ചെയ്തു. തുടർന്ന് അവരവിടെ പ്രതിരോധം ഒരുക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നേതാക്കളും പോലീസും തമ്മിൽ തർക്കിച്ചു. ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കാതെ, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കാതെ പോലീസ് ഡൽഹി എ.കെ.ജി. സെന്ററിൽ നിന്ന് മടങ്ങി. ഇപ്പോൾ ഇങ്ങനെ ഒരു പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? 2021 കേസാണ്. അപ്പോൾ സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം എടുക്കുക, കോടതിയിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ ജാമ്യം എടുക്കുക, ആ ഘട്ടമൊക്കെ കഴിയാനുള്ള സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇത് അതിനുശേഷം പിന്നീട് കോടതിയിൽ ഹാജരാകാത്തതുകൊണ്ട്, ആവർത്തിച്ചുള്ള കോടതിയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഹാജരാകാത്തതുകൊണ്ട് വീണ്ടും നോട്ടീസ് വന്നതാണോ? അതിന്റെ ഭാഗമായി അറസ്റ്റ് ഉത്തരവുണ്ടോ കോടതിയിൽ നിന്ന്? അതോ ആദ്യമേ തന്നെ ജാമ്യമില്ലാതെ നിൽക്കുകയാണോ? എന്താണ് തരത്തിൽ സംഭവിക്കുന്നത്? അതോ ഡൽഹിയിൽ സമരമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? രതീഷ്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ നേതാവ് കൂടിയായ ഐഷി ഘോഷിനെതിരെ എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലെടുക്കപ്പെട്ട ഒരു നടപടിയിലേക്ക് കടന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ ഇനി വരും മണിക്കൂറുകൾ എന്തായാലും പുറത്തു ലഭിക്കും. 2021 കേസിന്റെ പേരിലാണ് ഇപ്പോൾ പോലീസ് നടപടി എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള നടപടി അംഗീകരിക്കില്ല, ഞങ്ങൾ ഹാജരാക്കിക്കോളാം എന്നാണ് CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് നേതാക്കളുമായി വാക്കേറ്റം ഉണ്ടായത്. എന്നിരുന്നാൽ തന്നെയും നേതാക്കളുടെ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ അവർ നിലയുറപ്പിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ മടങ്ങിപ്പോകാൻ പോലീസ് നിർബന്ധിതരാവുകയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുമുണ്ട്. പോലീസ് മടങ്ങിപ്പോയി. നേതാക്കൾ എതിർപ്പുമായി രംഗത്ത് വരികയായിരുന്നു. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എ.കെ.ജി. ഭവനിലേക്ക്, CPMന്റെ കേന്ദ്ര ഓഫീസായ എ.കെ.ജി. ഭവനിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയത്. 2021 കേസാണ്. അപ്പോൾ സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യം ഘട്ടം കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കുന്ന, ജാമ്യക്കാർ ഉൾപ്പെടെ ഒപ്പിട്ട് കോടതിയിൽ ജാമ്യം എടുക്കുന്ന ഘട്ടം കഴിഞ്ഞ് നിൽക്കുകയായിരിക്കും ആ കേസ്. അപ്പോൾ ഏത് ഭാഗത്താണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായത് എന്നതുകൂടി നിയമപരമായ ഒരു പ്രശ്നമാണ്. കോടതി ഇപ്പോൾ സ്ഥിരമായി ഹാജരായില്ലെങ്കിൽ, കേസ് വിളിക്കുമ്പോൾ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിടാറുണ്ട്. അങ്ങനെയാണോ സംഭവിച്ചത്? ഇനി മറ്റെന്തെങ്കിലും ആണോ? അതോ ഈ ഡൽഹി സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ? സാധാരണ നിലയിൽ 2021 കേസാണ്, പഴയ കേസാണ്, കോടതിയുടെ പരിഗണനയാണ്. സാധാരണ നിലയിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായി അവിടെ സാധ്യതയുള്ള ഒരു സാഹചര്യമല്ല, കോടതിയുടെ പരിഗണനയ്ക്ക് മാത്രം ഇരിക്കുന്ന വിഷയമാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.